മൊബൈൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ, ചാർജർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, കമ്പ്യൂട്ടർ ഫ്രീസായി പോയാൽ, വൈഫൈ പ്രവർത്തിക്കാതിരുന്നാൽ നാം പതിവായി പറയുന്ന ഒരു പല്ലവിയുണ്ട്: ഓഫാക്കി ഒന്നുകൂടി ഓൺ ചെയ്തു നോക്കൂ. അങ്ങനെ ചെയ്തു നോക്കിയാൽ മിക്കവാറും അപ്പോൾ അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടാവും. എന്താണ് ഇതിന്റെ രഹസ്യം? ആ ഒരു മിനിറ്റ് കൊണ്ട് എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്? അൺപ്ലഗ് ചെയ്ത് വീണ്ടും പ്ലഗ് ഇൻ ചെയ്യുക എന്നത് ഒരു സാധാരണ ടെക് ട്രബിൾ ഷൂട്ടിംഗ് ടിപ്പാണ്. ഒരു പുനഃസജ്ജീകരണത്തിന്റെ ശക്തി ഇത് പ്രദാനം ചെയ്യും. ഒരു ഉപകരണം വീണ്ടും പ്രവർത്തിപ്പിക്കാനും അതിന്റെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ലളിതവും ഏറ്റവും ഫലപ്രദവുമായ മാർഗമാണിത്. എന്താണ് ഇതിന്റെ മെക്കാനിസം? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഒരു ഉപകരണം പവർ ചെയ്യുമ്പോൾ അത് മെമ്മറിയിൽ താൽക്കാലിക ഡാറ്റ ശേഖരിക്കുന്നു. കാലക്രമേണ ഈ ഡാറ്റകൾ കേടാവുകയോ പൊരുത്തക്കേടുകൾ സംഭവിക്കുകയോ ചെയ്യും. ഇത് അതിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുകയും പല പിശകുകളും സംഭവിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഒന്ന് അൺപ്ലഗ് ചെയ്യുമ്പോൾ ഈ മെമ്മറിയെ പുനഃസജ്ജമാക്കാൻ സഹായിക്കുന്നു. ഇത് ഉപകരണത്തിന് പുതിയൊരു തുടക്കം നൽകുന്നു. പ്രവർത്തിക്കാൻ മടിക്കുന്ന ഏത് ഉപകരണങ്ങളും ഒന്ന് നിർത്തി ഉടനെ സ്റ്റാർട്ടാക്കിയാൽ പിന്നീട് ഉഷാറായി വർക്ക് ചെയ്യും. പറഞ്ഞതെല്ലാം യന്ത്രങ്ങളുടെ കാര്യമാണ്. ഇനി മനുഷ്യരുടെ കാര്യത്തിൽ ഈ അൺപ്ലഗിങ് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഒരു പ്രശ്നം നിത്യവും നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദിനചര്യകളിൽ നിന്ന് ഒരു ഇടവേള എടുക്കുക. അത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറക്കുന്നു, ഫോക്കസ് മെച്ചപ്പെടുത്തുന്നു, മാനസികവും ശാരീരികവുമായ ഊർജം റീചാർജ് ചെയ്യപ്പെടുന്നു. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. അപ്പോൾ പുതിയൊരു വീക്ഷണകോണിലൂടെ ആ പ്രശ്നത്തെ നോക്കിക്കാണാൻ നമുക്ക് കഴിയും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതുവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു പരിഹാരം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അതുവഴി ആ പ്രശ്നം സോൾവ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞേക്കാം. ഏത് തിരക്ക് പിടിച്ച ജോലിയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കുക. എന്നിട്ട് നമ്മൾ ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഒന്നുകിൽ കുറച്ചു നേരം പുറത്തിറങ്ങി നടക്കുക, അല്ലെങ്കിൽ ഇത്തിരി നേരം പാട്ട് കേൾക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുക. ഇത് നമ്മുടെ മാനസികവും ശാരീരികവുമായ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നു. പുതിയ പ്രോജക്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു. കലാകാരന്മാർക്കുണ്ടാകാനിടയുള്ള ക്രിയേറ്റീവ് ബ്ലോക്കുകളെ മറികടക്കാനും ഈ അൺപ്ലഗിംഗ് സഹായിക്കും. ഒരു പ്രോജക്റ്റിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കുന്നത് പുതിയ ആശയങ്ങളെ സൃഷ്ടിക്കാനും ക്രിയേറ്റീവ് ബ്ലോക്കുകളെ മറികടക്കാനും നല്ലതാണ്. നല്ല ഉറക്കവും വ്യായാമവും ശരീരത്തിൽ ഒരു റീസെറ്റ് ബട്ടണായി പ്രവർത്തിക്കുന്നു. അത് നഷ്ടപ്പെട്ടു പോയ ഉന്മേഷം വീണ്ടെടുക്കുവാനും അടുത്ത ദിവസം മികച്ച പ്രകടനം കാഴ്ചവെക്കാനും നമ്മെ സഹായിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്നോ വാർത്താ മാധ്യമങ്ങളിൽ നിന്നോ കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്ന് വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ആൻസൈറ്റി ഇല്ലാതാക്കാനും നല്ലതാണ്. വീട്ടിൽ വഴക്ക് കൂടുമ്പോൾ ഭാര്യയോ ഭർത്താവോ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വായൊന്ന് ഓഫാക്കി ഓണാക്കി നോക്കൂ. ഏത് മുട്ടൻ വഴക്കും അതോടെ കാറ്റുപോയ ബലൂൺ പോലെ ചപ്പിപ്പോകും. ദേഷ്യം വന്നവരോട് പെട്ടെന്ന് ഇരിക്കാനാണ് നബി സല്ലല്ലാഹുവിന്റെ കൽപ്പന. എന്നിട്ടും ശമനം കിട്ടുന്നില്ലെങ്കിൽ കിടക്കുക. അതോടെ ദേഷ്യം അതിന്റെ വഴിക്ക് പോയിട്ടുണ്ടാവും. ഇത് ഒരു ഓഫ് ആൻഡ് ഓൺ മെക്കാനിസമാണ്. മഹാത്മാഗാന്ധി വിഷമകരമായ പല രാഷ്ട്രീയ പ്രതിസന്ധികളെയും നേരിട്ടിരുന്നത് മൗനവ്രതത്തിലൂടെയായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മഹാത്മജി അതിനുള്ള പോംവഴിയും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതും ആ വിദ്യ തന്നെ. അൺപ്ലഗിങ്ങും റീപ്ലഗിങ്ങും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലിയല്ല. ഉപകരണം തകരാറിലാവുന്നത് തുടരുകയാണെങ്കിലോ
നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിലോ കൂടുതൽ സഹായം തേടണം. വേണ്ടി വന്നാൽ ട്രബിൾ ഷൂട്ട് ചെയ്യണം. എന്നാലും പല പൊട്ടിത്തെറികൾക്കും തട്ടുമുട്ടുകൾക്കും ഒരു മുട്ടുശാന്തിയാണ് ഈ ഓഫാക്കലും ഓണാക്കലും. അത് തന്നെ വലിയൊരു കാര്യമല്ലേ?